11 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും NSS വേദിയിലേക്ക് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എത്തുന്നു. മന്നൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് ചെന്നിത്തല NSS വേദിയിലേക്ക് എത്തുന്നത്. വിവരങ്ങളുമായി KB ലിബീഷ് ചേരുന്നുണ്ട്. ലിബീഷ്, 11 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു എൻട്രിയാണ് രമേശ് ചെന്നിത്തലയുടേത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ പുതുവർഷ പുലരി രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാവുകയാണ്. NSSന്റെ വേദിയിലേക്ക് 11 വർഷങ്ങൾക്ക് ശേഷം രമേശ് ചെന്നിത്തല എത്തുന്നു. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 148ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടകനായിട്ടാണ് രമേശ് ചെന്നിത്തല ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്തേക്ക് എത്തുന്നത്. രാവിലെ 10:45-നാണ് ഈ പരിപാടി നടക്കുന്നത്. പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് NSSന്റെ പ്രസിഡന്റ് ഡോക്ടർ M ശശികുമാറാണ്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ, NSSന്റെ ട്രഷറർ NV അയ്യപ്പൻ പിള്ള തുടങ്ങിയവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫ്രാൻസിസ് ജോർജ് MP ആണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. ഈ സമ്മേളനത്തിൽ നേരത്തെ രമേശ് ചെന്നിത്തലയെ മുഖ്യ പ്രഭാഷകനായിട്ടാണ് നിശ്ചയിച്ചിരുന്നത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിയാണ്. വെങ്കിട്ടരമണിക്ക് ചില ഔദ്യോഗികമായ തിരക്കുകൾ കാരണം എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് മുഖ്യ പ്രഭാഷകനായിരുന്ന രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായി നിശ്ചയിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഫ്രാൻസിസ് ജോർജ് MP അനുസ്മരണ പ്രഭാഷണം നടത്താനും ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. കേവലം ഒരു സമുദായ ആചാര്യൻ്റെ ജയന്തി ആഘോഷങ്ങൾക്കൊക്കെ അപ്പുറം ഈ പരിപാടിക്ക് വലിയൊരു രാഷ്ട്രീയ മാനം തന്നെ കൈവന്നിരിക്കുകയാണ്. മുൻപും പല കോൺഗ്രസ് നേതാക്കളും NSSന്റെ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും രമേശ് ചെന്നിത്തലയുടെ ഈ കടന്നുവരവ് അത് പല രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക്, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഉൾപ്പിരിവുകൾക്ക് ഒക്കെ വഴിതെളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയേണ്ടത്. 2013-ലാണ് രമേശ് ചെന്നിത്തല NSSുമായി അകന്നു പോകുന്നത്. അതിനു മുൻപ് NSSുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. 2013 ഒരു ജനുവരിയിലാണ് G സുകുമാരൻ നായർ തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടത്തുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ താക്കോൽ സ്ഥാനത്തേക്ക് KPCC പ്രസിഡന്റിനെ കൊണ്ടുവരുന്നതിൽ എന്താണ് കാലതാമസം, അതല്ലെങ്കിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും കേരളത്തിലുമൊക്കെ വലിയ വിവാദങ്ങൾക്ക് വഴിതെച്ചത്. പിന്നീട് രമേശ് ചെന്നിത്തല തന്നെ ഈ പ്രസംഗത്തെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തി. തന്നെ ഒരു സമുദായത്തിൻ്റെ ബ്രാൻഡായി മുദ്രകുത്താനുള്ള ആസൂത്രിതമായ നീക്കം നടക്കുന്നുവെന്ന് അദ്ദേഹം തുറന്നടിച്ച് തന്നെ പറഞ്ഞു. അതേ തുടർന്നാണ് NSSുമായി രമേശ് ചെന്നിത്തല അകന്നത്. 2013 ജനുവരിയിലെ ഈ പ്രസംഗത്തിന് ശേഷം പിന്നീടാണ് 2014 രമേശ് ചെന്നിത്തല സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അതിനുശേഷവും NSS വേദികളിലേക്ക് രമേശ് ചെന്നിത്തല എത്തിയിരുന്നില്ല. പിന്നീട് സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ മാറ്റങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തല ആ വേദികളിൽ നിന്നൊക്കെ അകന്നു നിന്നു. അതിനുശേഷം ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളാണ് രമേശ് ചെന്നിത്തലയെ NSSുമായി കൂടുതൽ അടുപ്പിക്കുന്നത്. അദ്ദേഹം മന്നൻ ജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടകനായിട്ട് എത്തുകയാണ്. മുൻപ് SNDPയുടെ പരിപാടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തിരുന്നു. ജനുവരി 4-ന് പട്ടിക്കാട്, അതായത് മലപ്പുറം ജില്ലയിലെ പട്ടിക്കാട് നടക്കുന്ന ജാമിയ നൂരിയ സമ്മേളനത്തിൻ്റെ സെഷനിലേക്കും രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടകനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ വിവിധ സമുദായങ്ങളുടെ പരിപാടിയിലേക്ക് അദ്ദേഹത്തിന് പ്രാതിനിധ്യം കിട്ടുന്നു. അത് കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായിട്ട് വിശദീകരിക്കുന്നത് അതിൽ വലിയ അസ്വാഭാവികതയൊന്നുമില്ല. കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് പാർട്ടിക്ക് ഒരു അഭിമാനപരമായ കാര്യമാണ്. എല്ലാ സമുദായങ്ങളുമായിട്ടും വളരെ അടുപ്പം കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ബാധ്യതയുണ്ട്. അതിൽ ഒരു നേതാവിനെ മാത്രം അങ്ങനെ ക്ഷണിക്കുന്നത് അത് അതാത് സംഘടനകളുടെ ഒരു തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമൊക്കെ ഒഴിയുന്നുണ്ടെങ്കിൽ പോലും ഇതിന് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം തന്നെ കൽപ്പിക്കപ്പെടുന്നുണ്ട്. VD സതീശൻ കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ പ്രമുഖനായി മാറിയതോടുകൂടി അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഒരു നീക്കങ്ങളുടെ ഭാഗമായി കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ സമുദായ നേതാക്കളുടെ അല്ലെങ്കിൽ സമുദായ സംഘടനകളുടെ പരിപാടികളിൽ രമേശ് ചെന്നിത്തല മുഖ്യ അതിഥിയായി എത്തുന്നതും ഈ സമുദായങ്ങളുമായി അദ്ദേഹം അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിനെയും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. VD സതീശനാകട്ടെ ഈ ക്രൈസ്തവ സഭകളുടെ പരിപാടിയിലെ സ്ഥിരം സാന്നിധ്യമായി VD സതീശൻ മാറുകയും ചെയ്തിട്ടുണ്ട്. മാരാമൺ കൺവെൻഷനിൽ അദ്ദേഹത്തിന് ഒരു ഇടം ലഭിക്കുന്നു. സാധാരണഗതിയിൽ അങ്ങനെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇടം ലഭിക്കാത്ത ഒരു വേദിയാണ് മാരാമൺ കൺവെൻഷൻ. അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശന് ഇടം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മലപ്പുറം ജില്ലയിലെ പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സമുദായ സമ്മേളനം തന്നെയാണ്. സമസ്ത നേതൃത്വത്തിൻ്റെ കീഴിലാണ് ഈ സമ്മേളനം നടക്കുന്നതെങ്കിലും മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിലാണ് അവിടുത്തെ ജാമിയ നൂരിയ എന്ന് പറയുന്ന ആ സ്ഥാപനമുള്ളത്. അവിടേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം ലഭിക്കുമ്പോൾ UDFിലെ ഏറ്റവും പ്രമുഖമായൊരു ഘടകകക്ഷിയുടെ വേദിയിലും രമേശ് ചെന്നിത്തലയ്ക്ക് സ്വീകാര്യത ലഭിക്കുന്നത് അത് തീർച്ചയായിട്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന അത് ചലനങ്ങൾ ചെറുതായിരിക്കില്ല. ശരി, KB ലിബീഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.